CPM ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞില്ല. ഞങ്ങൾ ചോദിക്കുന്നു, ആരാണ് ഈ തീരുമാനമെടുത്തത്? മന്ത്രി എന്നോട് പറഞ്ഞു ഡോക്ടർ ആവശ്യപ്പെട്ടില്ല. ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു ഡോക്ടർ ആവശ്യപ്പെട്ടില്ല. അപ്പൊ ഞാൻ ഡോക്ടറെ വിളിച്ചു വീണ്ടും, ഷിജിൻ നിങ്ങൾ ആവശ്യപ്പെട്ടോ? അദ്ദേഹം പറഞ്ഞു, സാർ എന്റെ വീട് തൃശ്ശൂരാണ്. ഞാൻ എന്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞു ഒന്ന് വീട്ടിലേക്കൊന്ന് വരാനുള്ള ട്രാൻസ്ഫർ നീ നേരെയാക്കണം. അങ്ങനെ ഞാൻ തൃശ്ശൂരുള്ളതായിരിക്കുന്ന ആശുപത്രിയുടെ, ടൗണിലുള്ള ആശുപത്രിയുടെ, കുന്നംകുളത്തെ ആശുപത്രിയുടെ, അവിടുത്തെ ജില്ലാ ആശുപത്രിയുടെ ഒക്കെ പേര് കൊടുത്തു. സാർ ഞാൻ ഒരിക്കലും ഒറ്റപ്പാലത്തേക്ക് ചോദിച്ചിട്ടില്ല. ഒറ്റപ്പാലത്തേക്ക് മാത്രമല്ല, അത് ചോദിച്ചത് ജനറൽ ട്രാൻസ്ഫറല്ല. ജനറൽ ട്രാൻസ്ഫർ അല്ലാതെ അദ്ദേഹം ചോദിക്കാത്തതായ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തെ മാറ്റി. എന്താ പ്രശ്നം? ഒറ്റപ്പാലത്തെ ആശുപത്രി സമ്പൂർണ്ണമായി തകർന്നു. നിങ്ങളെ കുഴപ്പത്തിലൂടെ, നിങ്ങളെ കുഴപ്പം, നിങ്ങളുടെ പാർട്ടിയുടെ ഇടപെടൽ, ആഭ്യന്തര കുഴപ്പം, ഡോക്ടർമാരുമായുള്ള സംഘടനം, അതിന്റെ ഫലമായി ആശുപത്രി തകർന്നു. അത് തകർന്നപ്പോ ആ ആശുപത്രി നേരെയാക്കാൻ നന്നായി പോകുന്ന ഈ ആശുപത്രിയുടെ കഴുത്തിലങ്ങി നിങ്ങൾ ഗളച്ഛേദം ചെയ്തു. ഞങ്ങൾ ചോദിക്കുന്നു, ഈ വയനാട്ടിലെ ആളുകൾക്ക് നല്ല ഡോക്ടർമാർ വേണ്ടേ? വയനാട്ടിലുള്ള ആളുകൾക്ക് നല്ല ആശുപത്രി വേണ്ടേ? വയനാട്ടിലുള്ള ആളുകൾക്ക് ഇവിടെയുള്ള ആശുപത്രി നേരെ പോകണ്ടേ? അതിനുള്ള ഒരു നടപടിയും നിങ്ങളുടെ ഭാഗത്തു നിന്നില്ല. പകരം നന്നായി കൊണ്ടുപോകുന്ന സ്ഥലത്തുള്ള ഡോക്ടർമാരെ പിടിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകുക, തകർന്നു കിടക്കുന്ന നിങ്ങളെ ആശുപത്രികൾ നേരെയാക്കാൻ. ഞങ്ങൾ ചോദിക്കുന്നു, വയനാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം പ്രധാനമല്ലേ? വൈത്തിരി താലൂക്കിലെ പാവപ്പെട്ടവന്റെ ആരോഗ്യം പ്രധാനമല്ലേ? ഇവിടെയുള്ള മെഡിക്കൽ കോളേജിനെ തകർത്തവർ, ഇവിടെയുള്ള ആരോഗ്യ മേഖലയെ തകർത്തവർ, വൈത്തിരിയിലുള്ളതായിരിക്കുന്ന പാവപ്പെട്ടവന്റെ ആരോഗ്യത്തിന് പുല്ല് വില കൽപ്പിക്കുന്നവർ, ഇവിടെയുള്ള അതിപ്രധാനിയായ സൂപ്രണ്ടിനെ ഇവിടെ നിന്ന് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുമ്പോ ഞങ്ങൾ ചോദിക്കുന്നു, ഒരു മനുഷ്യത്വപരമായ ഒരു നടപടിയുടെ അംശമില്ലാതെ നിങ്ങൾ പെരുമാറുന്നു. സർക്കാർ മനുഷ്യത്വം പാലിക്കണം, സർക്കാർ മാന്യത പാലിക്കണം, സർക്കാർ ജനതയുടെ ആരോഗ്യത്തിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം വഹിക്കണം. ഇത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ UDF നേതൃത്വത്തിൽ ഇവിടെ നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഈ ധർണയ്ക്ക് ആധാരമായ വിഷയം ഗൗരവത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു. ഈ പാവം ഡോക്ടർ ഷിജിൻ, അദ്ദേഹം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് പറയാണ്, സാർ എന്റെ സ്റ്റാഫ് പോകാൻ സമ്മതിക്കുന്നില്ല, ആളുകൾ പോകാൻ സമ്മതിക്കുന്നില്ല, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും പോകാൻ സമ്മതിക്കുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം സാർ, ദയവ് ചെയ്ത് അങ്ങൊന്ന് ഇടപെടണം. ഞാൻ അവസാനം ഇടപെട്ടു. മന്ത്രിയോട് വീണ്ടും പറഞ്ഞു, പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. എന്റെ കയ്യിൽ മന്ത്രിയെ വിളിച്ച് സംസാരിച്ചു കൊടുത്ത രേഖ, അദ്ദേഹത്തിന്റെ സെക്രട്ടറിക്ക് കൊടുത്ത രേഖ, അത് മുഴുവൻ കിടക്കുക. അവസാനം ഞാനൊരു കത്ത് കൂടെ ഡ്രാഫ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട്, ഡോക്ടറുടെ ഒരു കത്ത് നിങ്ങൾ തയ്യാറാക്കണം. ആ കത്ത് തയ്യാറാക്കി അദ്ദേഹത്തെ കൊണ്ട് പറയണം, ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ തയ്യാറാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ മാറ്റരുത് എന്ന് പറയണം. രണ്ടാമത്തെ കത്ത് അങ്ങനെ തയ്യാറാക്കി എന്റെ കവറിംഗ് ലെറ്ററും വെച്ച് അതും കൊടുത്തു. ഞങ്ങൾ എന്നോട് പറഞ്ഞത് അത് പരിഗണിക്കാമെന്നുള്ളതായിരുന്നു. ആ പരിഗണിക്കാമെന്ന് പറഞ്ഞതിന്റെ വേലടയാളം മുഴങ്ങുന്നതിന് മുമ്പ് 4ാമത്തെ ദിവസം നിങ്ങൾ റിലീവിംഗ് ഓർഡർ. ഞാൻ പറയുന്നു, ഒരു മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യത്തെ ഒരു പുല്ല് വില കൽപ്പിച്ചു. ഒരു ദുരന്തം നടന്ന സ്ഥലത്തെ ആശുപത്രിയിലെ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്തരഹിതമായ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നേതൃത്വം കൊടുത്തു. ജനങ്ങളുടെ ജീവന് പുല്ല് വില കൽപ്പിക്കുന്ന ഈ സർക്കാർ നയത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നില്ലെങ്കിൽ ഈ ആശുപത്രിയിൽ നാളെ എന്ത് വൃത്തികേടുകളും ഇവർ കളിക്കും. അതിനെ പ്രതിരോധിക്കാൻ, ജനങ്ങളെ സംരക്ഷിക്കാൻ, ജനങ്ങളെ കാക്കാൻ, അതിനുവേണ്ടിയാണ് ഈ പോരാട്ടം. ഈ പോരാട്ടത്തിന് രാഷ്ട്രീയമില്ല, ഈ പോരാട്ടത്തിന് മറ്റ് വിഭാഗീയതയില്ല. നാടിനെ കാക്കാൻ വേണ്ടിയുള്ള പോരാട്ടം, ആ പോരാട്ടമാണ് UDF ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത UDF-നെയും ജനപ്രതിനിധികളെയും നേതാക്കന്മാരെയും എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് വൈത്തിരി താലൂക്കിയുടെ ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ, ആദിവാസി സമൂഹത്തിന്റേത് ഉൾപ്പെടെയുള്ള ജീവൻ സംരക്ഷിക്കാൻ, ഏറെ ദൂരം യാത്ര ചെയ്ത് അത്യാസന്ന നിലയിലേക്ക് കടന്നുപോകുന്ന രോഗികളായി മരിച്ചു വീഴുന്ന ആളുകളുടെ ജീവൻ സംരക്ഷിക്കാൻ വൈത്തിരി താലൂക്ക് ആശുപത്രിയെ ഗളച്ഛേദം ചെയ്യുന്ന സർക്കാർ നടപടിക്കെതിരായി അതിശക്തമായ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ധർണാ സമരം സർക്കാർ തിരുത്തണം, തിരുത്തൽ നടപടികൾ ആരംഭിക്കണം. ഈ ആശുപത്രിയെ കൊല്ലാക്കൊല ചെയ്യാൻ
പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. കാരണം ഈ ആശുപത്രിയെ നടത്താൻ, ആശുപത്രിയെ മുൻപോട്ട് നയിക്കാൻ, ആശുപത്രിക്ക് ആവശ്യമായ കാര്യങ്ങൾ അവധാനതയോടുകൂടി ഇടപെടാൻ കണ്ണിലെണ്ണയൊഴിച്ച് നടക്കുന്നതായ ബ്ലോക്ക് പഞ്ചായത്തും ജനപ്രതിനിധികളും പൊതുസമൂഹവും HMC അടക്കമുള്ള നയിക്കുന്ന കമ്മിറ്റിയുമാണ് ഇവിടെയുള്ളൂ. അതുകൊണ്ട് അവരെയൊക്കെ തൃണവൽക്കരിച്ച് ഈ ആശുപത്രിയെ തകർക്കാനുള്ള ഗൂഢാലോചനക്കെതിരായി UDF നടത്തുന്ന ഈ ധർണാ സമരം അവസരോചിതമായി ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്.